പാരീസിലെ ഈ പറഞ്ഞ പോലെ ഈ ഗാർദിനോടും അങ്ങനെ പോലെയുള്ള മറ്റൊരു സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഈ സാൻ ജർമ്മനാണ് ഇവിടുത്തെ അമേരിക്കൻസിന്റെയും അതേപോലെ ഒരുപാട് ചരിത്രം അവിടെ ഇവിടേക്ക് ഉറങ്ങി കിടക്കുന്ന സ്ഥലം. പിന്നെ ഒരു ഇമിഗ്രേഷന്റെയും അതേപോലെ തന്നെ എന്താ പറയാ വലിയ ഒരുപാട് ആൾക്കാരുടെ തള്ളിക്കയറ്റില്ലാത്തതും പിന്നെ ഒരു കാണുമ്പോ ഒരു ക്ലാസ് തോന്നുന്നതും പിന്നെ ഒരുപാട് കൊമേഴ്സ്യലൈസ്ഡ് ആവാത്ത ഒരു സ്ഥലങ്ങളിലൊന്നാണ് ഈ സാൻ ജർമ്മൻ. ഈ പറഞ്ഞ പോലെ ഈ സാൻ ജർമ്മൻ, സെയിന്റ് മിഷേല്, ഈ നോത്തർഡാം ഇതൊക്കെ ഓൾറെഡി അടുത്തടുത്ത് കണക്റ്റഡ് ആണ്. അപ്പൊ ഇവിടെ ഇരുന്ന് കാപ്പി പിടിക്കല്, ഇവിടെ ഇരുന്ന് ക്രോസാന്ത് തിന്നല്, ഇതൊക്കെ ഇവന്മാർക്ക് വലിയൊരു എന്തോ അമേരിക്കക്കാർക്ക് ഇവിടെ വന്നിട്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു മസ്റ്റ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. സാൻ ജർമ്മന്റെ സൈഡിൽ ഇരുന്ന് കാപ്പി പിടിക്കുന്നത്, അതേപോലെ സെയിന്റ് മിഷേലിൽ പോണത്, അതൊക്കെ ഇവിടത്തേക്ക് ഒരു ആചാരമല്ല, ഇവര് വരുന്നത് നോത്തർഡാം കാണാനും സാൻ ജർമ്മനിൽ കാപ്പി പിടിക്കാനും ഐസ്ക്രീം തിന്നാനും ക്രോസാന്ത് തിന്നാനാണ് വരുന്നത്. അതിന് ഇവരുടെ ഒരു ഇത്. പിന്നെ ഇവിടെ കഫേസിന് ഒരുപാട് എന്തൊക്കെയോ ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. എല്ലാ കഫേക്കും ഹിസ്റ്ററി ഉണ്ട്. ഇത് രാവിലെ 2 രൂപയ്ക്ക് പറഞ്ഞ പോലെ ക്രോസാന്തും ബ്രെഡിന്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഒക്കെ വെച്ച് കഴിക്കുന്ന കാശുണ്ടെങ്കിൽ പൊറോട്ടയും ബീഫും കഴിക്കും. അവിടെ തന്നന്മാരിത് പണ്ടേ എസ്റ്റാബ്ലിഷ് ചെയ്തവരുടെ പൊറോട്ട എല്ലാ കടയിലും കിട്ടും. പൊറോട്ട അടിക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ വരെ വെച്ചിട്ടുണ്ട് ഒരു നാട്ടിലെ പോലെ. ഫ്രണ്ടിൽ ഗ്ലാസ് ഇട്ടിട്ട് ഇരുന്ന് അടിക്കും പൊറോട്ട. ഇവിടെ അവന്മാർക്ക് വിന്റേജ് കാറിൽ ഇറങ്ങുന്നതും അതുപോലെ തന്നെ വിന്റേജ് ബൈക്കിലൊക്കെ ഈ സ്ട്രീറ്റിൽ കൂടെ ഇറങ്ങുന്നതും ഇവർക്ക് വലിയൊരു ഹരമാണ്. അതിന് ഒരുപാട് ട്രാവൽ കമ്പനീസും ഉണ്ട്. നമ്മുടെ ഒരു സ്പീക്കീസി ബാറിൽ ഈ പറഞ്ഞ പോലെ അറിയാത്ത ആൾക്കാരൊന്നും കേട്ടില്ല. ഇവിടെ വന്ന് പരിചയ ടീമുകളെ മാത്രമേ ഇവിടെ ബാറിൽ അടിക്കാൻ കയറ്റുള്ളൂ. ഞാനിവിടെ വന്നിട്ട് ഒമ്മാരുടെ അടുത്തൊക്കെ തള്ളി. നമ്മുടെ ഇവിടെ പൂവുകൊണ്ട് പറ്റിയ കള്ളുണ്ട്, നമ്മളിവിടെ മാത്രം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹെഡ് ബാട്ടുണ്ട്. അവന്മാർ അതേ സാധനം നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ അടിക്കണതാ. മൗവ എന്ന് പറയും. അത് ആ ഒറ്റ ബ്രാൻഡ് ഇന്ത്യയിൽ ഒരു ബ്രാൻഡ് ആയിട്ട് ചെയ്യാനുള്ളതാണ് ദേശീയം കൊണ്ടിച്ച് ഗോവയിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോ അവിടെ നിന്ന് അത് ബേസിക്കലി സ്പ്രിങ്ങിൽ മാത്രം ഉണ്ടാവുന്ന ഒരു പൂവാണ്. അത് മാറ്റിയിട്ട് അവന്മാര് മൗവ ഉണ്ടാക്കണേ. പക്ഷെ ഈ ഫ്രഞ്ചുകാരെ അവന്മാരെ സമ്മതിക്കണം. അവന്മാർ ഈ സാധനം അവിടെ നിന്ന് ഇറക്കിയിട്ട് ഇവിടെ ഡിസ്റ്റിൽ ചെയ്തിട്ട് ഉണ്ടാക്കണം. ആനയുടെ പടം കൊടുത്തിട്ടുണ്ട്, പൂവിന്റെ പടം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അവിടുത്തെ ഒരു ആ ഒരു ഫ്ലവറി ടേസ്റ്റ് ഇല്ലേ, ടേസ്റ്റും ഇല്ല, അതിന്റെ ഒരു സ്മെല്ലും ഇല്ല. പക്ഷെ എന്നാലും അവന്മാരെ പൂവ് അവിടെ നിന്ന് ഇറക്കിയിട്ട് ഇവിടെ ചെയ്യണതൊരു വലിയൊരു കരിമ്പിനെയാണ്. പിന്നെ ഇവിടുന്ന് എല്ലാവരും ആബ്സെന്റ് നാട്ടിലേക്ക് മേടിച്ചോണ്ട് പോണ ആബ്സെന്റ്. പിന്നെ എന്നിട്ട് ഈ ടക്കാമക്ക ട്രെൻഡ് ഇറങ്ങിയ സാധനം. ടക്കാമക്കയ്ക്ക് ഈ 68% ആൽക്കഹോളൊക്കെ ചുമ്മാ കരള് വാടുന്ന ഓരോ സാധനങ്ങളാ. ഉപകാരമില്ല ഒന്നും കുടിച്ചിട്ട്. ഫ്രാൻസിൽ നിന്ന് മേടിക്കേണ്ട സാധനം ഷർത്തറോസാണ്. അത് കുറച്ച് സന്യാസിമാരെ കൂടി ഉണ്ടാക്കിയൊരു സാധനം. അതൊരു ഗംഭീര സാധനം. അത് നമ്മുടെ ആൽപ്സിന്റെ സൈഡിൽ ഉണ്ടാക്കണം. ഇതിൽ 130 പ്ലാന്റ്സ് ഇട്ടിട്ട് അതേപോലെ തന്നെ എത്രയ്ക്കോ ഫ്ലവർ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി വാറ്റിയെടുക്കുന്ന ഒരു സാധനം. 55% ആൽക്കഹോളില്. ഇത് കിട്ടാനും പാടാ. ഇതിപ്പോ 2025 ഉണ്ടാക്കിയത്. ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് സാധനം. ഇത് എല്ലായിടത്തും സാധനം മേടിക്കാൻ കിട്ടില്ല. അത് ഇത്ര ബാച്ചാ സന്യാസികൾ ഉണ്ടാക്കുള്ളൂ. അത് കാരണം അത് വലിയ പാട് സാധനം കിട്ടാനായിട്ട്. ഇത് ബേസിക്കലി ശരീരത്തിന് മദ്യം നല്ലതല്ലെങ്കിലും പക്ഷെ ഇതിനൊരു പ്രത്യേക ഫീലും കൂടാ. ഇതിനൊരു ഔഷധം പിടിച്ച പോലെ ഇല്ല. ഇപ്പൊ കൊറോണയ്ക്ക് നമ്മള് അരിഷ്ടം പിടിച്ച് മൂടാവണ പോലെ ഒരു പ്രത്യേക മൂട് തരുന്ന സാധനം ഈ ഷർത്തറൂസ്. ഇവിടെ മേടിക്കാൻ പറ്റിയൊരു സാധനം. പക്ഷെ ഇത് മേടിക്കുമ്പോൾ ഇതിന്റെ പച്ച മേടിക്കണം. ഇതിന്റെ പച്ചയുണ്ട്, മഞ്ഞുണ്ട്. ഓൾമോസ്റ്റ് ആ സെയിം. പക്ഷെ പച്ചയാണ് മെയിൻ സാധനം. പിന്നെ ഇത് കിട്ടാനും പാടില്ല. അത് എല്ലാവർക്കും കിട്ടൂല. ഒന്നാമത് ഭയങ്കര ഡിമാൻഡ് ഈ സാധനത്തിന്. പക്ഷെ എല്ലാവരും ഇപ്പൊ ഡെയിലി അടിക്കുന്നില്ല സാധനം. ബട്ട് എങ്കിൽ കൂടി ഇവന്മാര് ഭയങ്കര കുറച്ചത് ഉണ്ടാക്കണുള്ളൂ. കാരണം അത് ഓരോ സീസണിൽ ഉണ്ടാവണം പ്ലാന്റ് ചെയ്യുന്ന ഇവന്മാര് ഇത് ഉണ്ടാക്കണം.
regarde ici. Oh, le trainer c'est vraiment pas bien. പാരീസിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ പാരീസ് ഡ്രൈവ്. നോട്ടർഡാമും സാൻസോർബനൊക്കെ ഉള്ളത് പാരീസ് 1, 2, 3, 4, 5, 6, 20 പേരുണ്ട് ഇവിടെ. 21 പറയില്ല, 20 പേരുണ്ട്. അപ്പൊ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് കറങ്ങുന്ന സ്ഥലമാണ്. അത്യാവശ്യം ഒരു കുട്ടിയുള്ളതും ഒത്തിരി കാണാൻ കുമ്പുള്ളതും മൊത്തത്തിൽ ആളുകളുള്ളൊരു ഏരിയയിലുണ്ട്. habite ici? Ah oui. Ah ok. Vous gagnez bien ici? Ça va. Et toi, t'es trop content de travailler ça. Vraiment. Et c'est sûr. Obligé. Vraiment obligé quoi. Ah oui, bien sûr. Mais cette lieu c'est bien. Le 5 heures. Vous tournez ici? Moi aussi. J'ai vu tout le temps quoi ici. Pardon. ഇങ്ങനെ വഴിയിലൊക്കെ വന്നിട്ട് കയറും. ബേസിക്കലി ഈ റോഡില് പ്രൈവറ്റ് നടക്കുന്നവർക്കാണ്. അതായത് തീരെ പ്രൈവറ്റ് ഇല്ല ഇവിടെ. പക്ഷെ ഉമ്മാര് റോട്ടിൽ കൂടി പിള്ളേരെ കൊണ്ട് തള്ളി നടക്കുമ്പോ അത് ഭയങ്കര മോശമല്ലേ? പണിക്കൊക്കെ പോകുമ്പോ ഉമ്മാര് റോട്ടിൽ കൂടെ പാട്ടൊക്കെ പാടി നടന്നു കഴിഞ്ഞാൽ ശരിയാവുക. ഓരോരുത്തന്മാര് ടാക്സിയൊക്കെ റോട്ടിൽ നിർത്തിയിട്ട് സിഗരറ്റൊക്കെ വലിച്ച് പാത വെച്ചു. പാത നടക്കെ പറഞ്ഞിരിക്കുന്നവര് കേക്കില്ല. പട്ടി കുഞ്ഞ് Voilà, ça c'est une belle façon de faire. Bravo. Rien à dire. Dites-moi tout. Soit changer un petit billet de 5 euros. C'est quoi comme Dieu? 10? 10, 20, 100, comme tu veux. Vous donnez mon slip? Ah voilà, merci beaucoup. Ouais, t'es sûr? Non, c'est bien de chinois quoi. Ouais, t'as rien. Bon courage bro. Tu sais que moi je vais mettre ça. Juste hein. Non, je vais mettre ça dans ma bagnole. Ah, dans la Mais un bagnole, truc c'est de bien. voiture. Ah oui, c'est obligatoire. Après il y a C'est bien quelqu'un parce que quand t'as un trompé. accident, Ah oui, et ben ça marche au niveau des assurances. c'est ça. Parce que maintenant les gens ils se barrent. Ah oui, c'est vraiment T'as l'immatriculation. Mais ça a combien de mémoire? Je sais. ça c'est À 100, chaque fois que tu prends la voiture, ça c'est 128. 128 gigas. Après Il y a plus. normalement il y a cloud. Ouais. Nous payer 10 euros par mois direct dans la cloud. C'est plus facile. Nous attacher quelque part, il est attaché partout. Ouais. tu vois. Non, c'est Ça va, comme toi directeur maintenant? Ouais. Il est fait. Bientôt, je vais racheter le flirt. Moi, directeur du flirt. Moi aussi. Toi aussi? Moi aussi. Ah ouais? Ouais, 30% pour moi, 70 pour toi. Ok. Et après les filles aussi. On comme parle ça. ensemble, on va le dire. Non, je ne parle pas. Je parle directement à Sébastien. Tu vois. Ah ouais? Ah oui, direct. Direct. Ok. Ok. C'est bon, je suis d'accord pour toi. Bon courage. Lazım nasıl? Ciao bro.